ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കുന്നത് 115/2025 ചോദിച്ച ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഗാന്ധിജിയുമായി ബന്ധമില്ലാത്ത സമരം ഏതാണ്? ഗാന്ധിജിയുമായി ബന്ധമില്ലാത്ത സമരം ഏതാണ്? സ്വദേശി പ്രസ്ഥാനമാണ് ഗാന്ധിജിയുമായി ബന്ധമില്ലാത്ത സമരം. അപ്പോൾ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട സമരങ്ങളാണ് ചമ്പാര സത്യാഗ്രഹം, അഹമ്മദാബാദ് ബിൽ പണിമുടക്ക്, നിസ്സഹകരണ പ്രസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ, 1857 കലാപവുമായി ബന്ധപ്പെട്ട നേതാക്കളും അവർ നേതൃത്വം കൊടുത്ത സ്ഥലങ്ങളും താഴെ സൂചിപ്പിക്കുന്നു. ശരിയായ ജോഡി എഴുതാനാണ് ചോദിച്ചത്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് കാൺപൂർ നാനാ സാഹിബാണ് ശരിയായ ജോഡി. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്താനാണ് ചോദിച്ചത്. ശരിയായിട്ടുള്ള ജോഡി എന്ന് പറയുന്നത് ആൻസർ ഏതാണ്? ഡി ആണ് ആൻസർ. എല്ലാം ശരിയാണ്. സത്യശോധക് സമാജ് ജ്യോതിറാവ് ഫുലെ, ഹിതകാരിണി സമാജം വീരേശലിംഗം, പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്, ബ്രഹ്മ സമാജം രാജാറാം മോഹൻ റോയി. അപ്പോൾ സത്യശോധക് സമാജ് ജ്യോതിറാവ് ഫുലെ, ഹിതകാരിണി സമാജം വീരേശലിംഗം, പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്, ബ്രഹ്മ സമാജം രാജാറാം മോഹൻ റോയി. അടുത്ത ക്വസ്റ്റ്യൻ, ലോങ് മാർച്ച് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ലോങ് മാർച്ച്. 1936 കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത് ആരാണ്? എ കെ ഗോപാലനാണ്. കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത് എ കെ ഗോപാലൻ. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി വനിത? എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി വനിതയാണ് സഫ്രീന ലത്തീഫ്. ഹവായി, ഫ്രഞ്ച് പോളിനേഷ്യ, സൊമ എന്നീ ദ്വീപ് സമൂഹങ്ങൾ ഏത് സമുദ്രത്തിൻ്റെ ഭാഗമാണ്? ആൻസർ ശാന്തസമുദ്രത്തിൻ്റെ ഭാഗമാണ് ഹവായി, ഫ്രഞ്ച് പോളിനേഷ്യ, സൊമാവോ എന്നിവ ശാന്തസമുദ്രത്തിൻ്റെ ഭാഗമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വടക്കേ അമേരിക്കയിലെ സാൻ ആൻഡ്രിയാസ് ഭ്രംശമേഖല കൂടുതൽ ഭൂകമ്പങ്ങൾക്ക് വിധേയമാകുന്നതിൻ്റെ കാരണങ്ങൾ ശരിയായവ കണ്ടെത്താനാണ് ചോദിച്ചത്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഏത്? 2ഉം 4ഉമാണ് ശരിയായ ഉത്തരം. ഉപരിതല ഫലകങ്ങളുടെ ചലനം, ദുർബലമായ ഫലക അതിരുകൾ. അപ്പോൾ വടക്കേ അമേരിക്കയിലെ സാൻ ആൻഡ്രിയാസ് ഭ്രംശമേഖല കൂടുതൽ വിധേയമാകുന്നതിൻ്റെ കാരണങ്ങൾ ഉപരിതല ഫലകങ്ങളുടെ ചലനം, ദുർബലമായ ഫലക അതിരുകൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ബഹിരാകാശ സംഘടന വികസിപ്പിച്ചെടുത്ത ആസ്ഥാനിക ജിയോ പ്ലാറ്റ്ഫോം ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ എന്ന് പറയുന്നത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ എ ആണ്, ഭുവൻ എന്ന പേരിലാണ്. ദേശീയ ജലപാതകളുടെ പ്രാധാന്യം വർദ്ധിക്കുകയും പുതിയ പ്രദേശങ്ങൾ ജലപാതകളുടെ ഭാഗമാകുകയും ചെയ്യുന്നു. ഇത് ദേശീയ ജലപാത 5 ബന്ധിപ്പിക്കുന്ന പ്രധാന മേഖലകൾ ഏതാണ്? ബ്രഹ്മണി മഹാനദി ഡെൽറ്റയാണ്. ബ്രഹ്മണി മഹാനദി ഡെൽറ്റ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ധാതു സമ്പത്തിൻ്റെ നല്ലൊരു ഭാഗവും ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഭാഗമായി കാണപ്പെടുന്നു. കോർബ, നന്ദേവാഡ തുടങ്ങിയ ഖനന മേഖലകൾ ഏത് സംസ്ഥാനത്തിൻ്റെ ഭാഗമാണ്? ആൻസർ റിമാൻ ആണ്. ആൻസർ സി ആണ്, ഛത്തീസ്ഗഡ് ആണ്. 2024 ജാനുവരി വീശിയടിച്ച ചുഴലിക്കാറ്റ് മഡഗാസ്കർ ദ്വീപ സമൂഹങ്ങളിൽ നാശനഷ്ടം വിതച്ചിരുന്നു. ഈ ചുഴലിക്കാറ്റ് ഏതു പേരിൽ അറിയപ്പെടുന്നു? ആൻസർ അൽവാരോ. ചുവടെ തന്നിട്ടുള്ളവയെ തെറ്റായ ജോഡി ഏത്? ചുവടെ തന്നിട്ടുള്ള തെറ്റായ ജോഡി ആണ് ഡി ആണ് തെറ്റായിട്ടുള്ള ജോഡി. ശരിയായിട്ടുള്ളത് ദേശീയ ആസൂത്രണ സമിതി 1938, ബോംബെ പദ്ധതി 1944, ആസൂത്രണ കമ്മീഷൻ 1950. ദേശീയ ആസൂത്രണ സമിതി 1938, ബോംബെ പദ്ധതി 1944, ആസൂത്രണ കമ്മീഷൻ രൂപീകരണം 1950. ഇന്ത്യയിലെ ബാങ്കിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ബാങ്കിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? 1, 2, 3 ആണ്. 1969
14 ബാങ്കുകൾ ദേശസൽക്കരിച്ചു. 1993 ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ചു. 1770 ആരംഭിച്ച ബാങ്കാണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. അപ്പം ബാങ്കിങ് മേഖലയിൽ ശരിയായിട്ടുള്ളവ 1969 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചു. 1993 ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ചു. 1770 ആരംഭിച്ച ബാങ്കാണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. ചുവടെ തന്നിട്ടുള്ളവയെ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ആഡം സ്മിത്തുമായി ബന്ധപ്പെട്ട ആശയം ഏതാണ്? ആഡം സ്മിത്തുമായി ബന്ധപ്പെട്ട ആശയം ഏതാണ്? 1ഉം 2ഉമാണ്. സമ്പത്തിനെ കുറിച്ചുള്ള പഠനം, ലേസേഴ്സ് ഫെയർ സിദ്ധാന്തം. അപ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തെ ആഡം സ്മിത്തുമായി ബന്ധപ്പെട്ടത് സമ്പത്തിനെ കുറിച്ചുള്ള പഠനവും ലേസേഴ്സ് ഫെയർ സിദ്ധാന്തവുമാണ്. ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളെ ഉൾപ്പെടുന്ന പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ എന്ന് പറയുന്നത് സി ആണ്. 1, 2, 3. ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദന വർധനവ്, ഭക്ഷ്യ സ്വയം പര്യാപ്തത, ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. ചുവടെ തന്നിട്ടൊരു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ സ്ഥാനം വഹിച്ചിട്ടുള്ളവർ ആരൊക്കെയാണ്? ഗവർണർ സ്ഥാനം വഹിച്ചിട്ടുള്ളവർ ആരൊക്കെയാണ്? 1, 2, 3 ശരിയാണ്. ശക്തികാന്ത ദാസ്, KR പൂരി, മൻമോഹൻ സിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് താഴെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ആൻസർ ബി ആണ്. 2ഉം 3ഉമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം. ഇരുമ്പുരുക്ക് വ്യവസായത്തിൻ്റെ ഒരു പ്രധാന അസംസ്കൃത വസ്തുവാണ് കൽക്കരി. ചുവടെ തന്നിട്ടുള്ളവയിൽ 2024 അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിലെ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ എന്ന് പറയുന്നത് ആൻസർ ഏത് എന്നാണ് ചോദിച്ചത്. ആൻസർ ഏതാണ്? ആൻസർ എ ആണ്. 1ഉം 3ഉം. 3 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് നികുതിയില്ല. 15 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വരുമാനത്തിന് 30% നികുതി. അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്ന ആരൊക്കെയാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷന്മാരാരൊക്കെയാണ്? ആൻസർ എ ആണ്. HC മുഖർജിയും VT കൃഷ്ണമാചാരിയാണ്. ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് മാർഗനിർദ്ദേശ തത്വങ്ങൾ ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത്? ആൻസർ ഏതാണ്? ബി ആണ് ആൻസർ. അയർലൻഡ്. പ്രസിഡന്റ് പ്രഖ്യാപിക്കാൻ കഴിയുന്ന സാമ്പത്തിക അടിയന്തരാവസ്ഥ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ആൻസർ ഏതാണ്? അനുച്ഛേദം 360 ആണ്. 1985 പാസ്സാക്കപ്പെടുകയും നിലവിൽ വരികയും ചെയ്ത 52ാം ഭേദഗതി ഏത് വിഷയമാണ് പ്രതിപാദിക്കുന്നത്? ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. കൂറുമാറ്റ നിരോധന നിയമം. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ ചുവടെ തന്നിരിക്കുന്നതിൽ നിന്ന് ഏതാണ് ശരിയായിട്ടുള്ളത്? ആൻസർ എന്ന് പറയുന്നത് വനം, വൈദ്യുതി ആണ്. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണ്? വനം, വൈദ്യുതി. ഇപ്പോഴത്തെ ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ആൻസർ ഹീരാലാൽ സമരിയ. നിലവിലെ കേന്ദ്ര റെയിൽവേ മന്ത്രി ആരാണ്? നിലവിലെ കേന്ദ്ര റെയിൽവേ മന്ത്രി ആണ് അശ്വിനി വൈഷ്ണവ്. കൂറുമാറ്റം മൂലം അംഗത്തിന് അയോഗ്യത കൽപ്പിക്കുന്നത് 10ാം ഷെഡ്യൂളിലെ വ്യവസ്ഥ പ്രകാരം ചുവടെ തന്നിരിക്കുന്നവ ആർക്കൊക്കെയാണ് അധികാരമുള്ളത്? ആൻസർ സ്പീക്കർ ആണ്. കേരളത്തിലെ ആരോഗ്യവകുപ്പ് നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി നടപ്പിലാക്കുന്ന പദ്ധതി ആണ് ഏത് എന്ന് പറയുന്നത്? ഉഷസ് എന്ന് പറയുന്നത്. താഴെ തന്നിരിക്കുന്ന ഏത് ജില്ലയിലാണ് മനസ്വിനി എന്ന പേരിൽ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ അയൽക്കൂട്ടം രൂപീകരിച്ചത്? ട്രാൻസ്ജെൻഡർ അയൽക്കൂട്ടം രൂപീകരിച്ചത് എവിടെയാണ്? ആൻസർ എന്ന് പറയുന്നത് കോട്ടയമാണ്. കേരള സർക്കാർ സംസ്ഥാന രൂപീകരണത്തിൻ്റെ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ആരംഭിച്ച നവകേരള മിഷൻ ഉദ്ഘാടനം ചെയ്തത് ഇവരിൽ ആരാണ്? ആൻസർ എന്ന് പറയുന്നത് പി സദാശിവം. താഴെ തന്നിരിക്കുന്നവയിൽ ആരാണ് 2 തവണ സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിച്ചിട്ടുള്ളത്? ആരാണ്? ആൻസർ എന്ന് പറയുന്നത് ജസ്റ്റിസ് ഡി ശ്രീദേവി. കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ആൻസർ ജസ്റ്റിസ് ജി ശശീന്ദ്രൻ.
ഇപ്പോഴേക്കത്തെ കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ. തലച്ചോറിനെയും സുഷുമ്നയും ആവരണം ചെയ്തു കാണുന്ന സ്ഥലം ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് മെനിഞ്ചസ് ആണ്. കാൽസ്യം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓസ്റ്റിയോപൊറോസിസ് ആണ്. ചുവടെ നൽകിയിരിക്കുന്നവയെ ബാക്ടീരിയ രോഗം അല്ലാത്തത് ഏതാണ്? ബാക്ടീരിയ രോഗം അല്ലാത്തത് എന്ന് പറയുന്നത് നിപ്പയാണ്. ബാക്ടീരിയ രോഗം അല്ലാത്തത്. അപ്പോൾ ബാക്ടീരിയ രോഗങ്ങൾ ക്ഷയരോഗം, ഡിഫ്തീരിയ, ആന്ത്രാക്സ്. വൺ ഹെൽത്ത് പ്രോഗ്രാമിൻ്റെ പ്രധാന ലക്ഷ്യം ഏതാണ്? വൺ ഹെൽത്ത് പ്രോഗ്രാമിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യൻ, മൃഗങ്ങൾ, പരിസ്ഥിതി എന്നിങ്ങനെ 3 മേഖലകളുടെ ആരോഗ്യ സംരക്ഷണം ഏകോപിപ്പിച്ചുള്ള സംയുക്ത പ്രവർത്തനം ഉറപ്പാക്കുകയാണ് വൺ ഹെൽത്ത് പ്രോഗ്രാമിൻ്റെ ലക്ഷ്യം. എന്താണ്? മനുഷ്യൻ, മൃഗങ്ങൾ, പരിസ്ഥിതി എന്നിങ്ങനെ 3 മേഖലകളുടെ ആരോഗ്യ സംരക്ഷണം ഏകോപിപ്പിച്ചുള്ള സംയുക്ത പ്രവർത്തനം ഉറപ്പാക്കുകയാണ്. കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ആൻസർ ഏതാണ്? അതിറോസ്ക്ലിറോസിസ്. കേരളത്തിൽ കടലിൻ്റെ സംഭരണശേഷി കുറയ്ക്കുന്നതിനുള്ള പ്രധാന കാരണം എന്താണ്? ആൻസർ മണൽ ഖനനമാണ്. ജെനസിസ് ആൻഡ് എവല്യൂഷൻ ഓഫ് ഓർഗാനിക്സ് ഇൻ സ്പേസ് എന്ന രണ്ടാം സിംപോസിയം ഏത് നഗരത്തിലാണ് സംഘടിപ്പിച്ചത്? ആൻസർ ബാംഗ്ലൂർ. കേരളത്തിൽ ഇന്ത്യയുടെ ആദ്യത്തെ ബട്ടർഫ്ലൈ സങ്കേതമായത് ഏത് പ്രദേശത്തിലാണ്? ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ആറളം വന്യജീവി സങ്കേതം. ഡോറിൽ ഉപയോഗിച്ചിരിക്കുന്ന വൈദ്യുതകാന്തിക തരംഗം ഏതാണ്? ഡോറിൽ ഉപയോഗിച്ചിരിക്കുന്ന വൈദ്യുതകാന്തിക തരംഗമാണ് മൈക്രോവേവ്. പർവ്വത പ്രദേശങ്ങളിൽ വെള്ളത്തിൻ്റെ തിളനില എത്രയാണ്? വെള്ളത്തിൻ്റെ തിളനില കുറയുന്നു. ഭൂമിയുടെ ഗ്രാവിറ്റി മൂലമുള്ള ത്വരണം G ആണെങ്കിൽ ഭൂമിയുടെ അതേ ഭാരവും ഇരട്ടി ആരവുമുള്ള ഒരു ഗ്രഹത്തിൻ്റെ ഗ്രാവിറ്റി മൂലം ഉള്ള ത്വരണമാണ് ഏത് എന്ന് പറയുന്നത്? G/4. അതിഥി തൊഴിലാളികളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ആണ് ഏത് എന്ന് പറയുന്നത്? സഹായ ഹസ്തം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമായ ചെനാബ് റെയിൽവേ പാലം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ എന്ന് പറയുന്നത് സി ആണ്, ജമ്മു കാശ്മീർ. അടുത്ത ക്വസ്റ്റ്യൻ ഒരേ തന്മാത്രാ സൂത്രവും വ്യത്യസ്ത രാസഭൗതിക സ്വഭാവമുള്ള സംയുക്തങ്ങളെ വിളിക്കുന്ന പേര് എന്താണ്? ഐസോമറുകൾ ആണ്. വാതകമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മാനോമീറ്റർ. അപ്പോൾ വാതകമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം മാനോമീറ്റർ. ആവർത്തന പട്ടികയെ 17ാം ഗ്രൂപ്പിൽ വരുന്ന മൂലക കുടുംബത്തിന് പറയുന്ന പേര് എന്താണ്? ഹാലജനുകൾ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡേറ്റാ സെൻറ്റർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഛത്തീസ്ഗഡ് ആണ്. രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരനാണ് CV രാമൻ. താഴെ തന്നിരിക്കുന്ന വൈകുണ്ഠസ്വാമികളെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ശരിയായ പ്രസ്താവന 1ഉം 4ഉമാണ്. ബ്രിട്ടീഷുകാരെ വെണ്ണീജൻ എന്ന് വിളിച്ചു. സ്വാമിത്തോപ്പിൽ ജനിച്ചു. കേരള സംഗീതത്തിൻ്റെ അഗസ്റ്റൻ യുഗം എന്ന് വിശേഷിപ്പിക്കുന്നത് ആരുടെ ഭരണകാലത്തെയാണ്? ആൻസർ സാദി തിരുനാൾ. ബി ആണ് ആൻസർ, സാദി തിരുനാൾ.
താഴെ പറയുന്നവയെ മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക എന്ന സാഹിത്യ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ആനുകാലികം ഏത് എന്ന് ചോദിച്ചാൽ ആൻസർ വിദ്യാവിലാസിനി. താഴെ തന്നിരിക്കുന്ന ശരിയായ ജോഡികൾ ഏതൊക്കെയാണ്? ശരിയായ ജോഡി എന്ന് പറയുന്ന 1ഉം 2ഉമാണ്. കല്യാണമൽ എന്ന് വെച്ചാൽ സർദാർ KM പണിക്കരുടെയും അതേപോലെ തന്നെ പ്രേമാമൃതം CV രാമൻ പിള്ളയുടെയുമാണ്. അപ്പോൾ ഏതൊക്കെയാണ്? കല്യാണമൽ സർദാർ KM പണിക്കർ, പ്രേമാമൃതം CV രാമൻ പിള്ള. ഏത് ബഹിരാകാശ പേടകം വഴിയാണ് സുനിത വില്യംസും സഹയാത്രികരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയത്? ആൻസർ ഏതാണ്? ബോയിങ് സ്റ്റാർലൈനർ ആണ്. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ആൻസർ എന്ന് പറയുന്നത് ഹാൻകാങ്ങിനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിട്ടുള്ളവയെ മെയിൻ മെമ്മറി എന്നറിയപ്പെടുന്നതാണ് റാം. ചുവടെ കൊടുത്തിട്ട് ഉള്ളവ പൊരുത്തപ്പെടുത്തുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് C ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉബുണ്ടു, DBMS പാക്കേജ് MySQL, ഇമേജ് എഡിറ്റർ ജിംബ്, പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ ലിബർ ഓഫീസ് ഇംപ്രസ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉബുണ്ടു, DBMS പാക്കേജ് MySQL, ഇമേജ് എഡിറ്റർ ജിംബ്, പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ ലിബർ ഓഫീസ് ഇംപ്രസ്. താഴെ പറയുന്നവ ഗൈഡഡ് മീഡിയ അല്ലാത്തത് ഏതാണ്? 2ഉം 4ഉമാണ് ഗൈഡഡ് മീഡിയ അല്ലാത്തത്. അപ്പോൾ ഗൈഡഡ് മീഡിയ ആണ് ഒപ്റ്റിക്കൽ ഫൈബർ, കോയാക്സിയൽ കേബിളും. MS എഡ്ജ് എന്നത് എന്താണ്? ആൻസർ വെബ് ബ്രൗസറാണ് MS എഡ്ജ്. നമ്മുടെ വിവരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ശേഖരിച്ച് ഭീഷണിപ്പെടുത്തുന്നത് ഏത് തരം സൈബർ കുറ്റകൃത്യമാണ്? ആൻസർ സൈബർ സ്റ്റാക്കിംഗ് ആണ്. വിവരാവകാശ നിയമം 2005 പ്രകാരം ഒഴിവാക്കപ്പെട്ട വിവരം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ നിരസിക്കുന്നതിനുള്ള ഉത്തരവ് വ്യക്തമാക്കേണ്ട വസ്തുത ഏതാണ്? ആൻസർ മേൽപ്പറഞ്ഞവയല്ല. അപേക്ഷ നിരസിക്കുന്നതിനുള്ള കാരണങ്ങൾ, അപ്പീൽ അധികാരികളുടെ വിലാസം, അപ്പീൽ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി. ചുവടെ തന്നിരിക്കുന്ന ഉപഭോക്തൃ സംരക്ഷണ നിയമം സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ B ആണ്. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 ലോക്സഭയിൽ 2019 ജൂലൈ 8 അവതരിപ്പിച്ചു. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെ റദ്ദാക്കി.